ചെയ്യാൻ പോകുന്നത് NLP മൊഡ്യൂൾ 1, 2, 3 മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ വൈ NLP ഈസ് കൺസിഡേർഡ് ആസ് എ ചലഞ്ചിങ് ടാസ്ക്. ഇലിസ്ട്രേറ്റ് യുവർ ആൻസർ യൂസിങ് ഓൾ ടൈപ്സ് ഓഫ് ആംബിഗ്യൂറ്റി. ഇതിപ്പോൾ നമുക്ക് അറിയാം ലെക്സിക്കൽ ആംബിഗ്യൂറ്റി ഉണ്ട്, സിൻറ്റാറ്റിക് ആംബിഗ്യൂറ്റി, സെമാന്റിക് ആംബിഗ്യൂറ്റി. ഇതാണ് ജസ്റ്റ് നമുക്ക് ഈ 3 ആംബിഗ്യൂറ്റീസ് ആണ് നമുക്ക് ജസ്റ്റ് പഠിക്കാനുള്ളൂ. ആൻഡ് പ്രാഗ്മാറ്റിക് ആംബിഗ്യൂറ്റി, ഡിസ്കോഴ്സ്, വേർഡ് നോളേജ്. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോംപ്ലക്സ് ആംബിഗ്യസ് കോണ്ടെക്സ്റ്റ് ഡ്രിവൺ കൾച്ചർ influenced and often requires common sense reasoning. ഇതാണ് എന്ത് NLP. So because of this, NLP system struggle to interpret human language correctly. നമുക്ക് ലെക്സിക്കൽ ആംബിഗ്യൂറ്റി എ സിംഗിൾ വേർഡ് മേ ഹാവ് മോർ ദാൻ വൺ മീനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹീ സോ എ ബാറ്റ് എന്നാണ് ഫസ്റ്റ് സെന്റൻസ്. അപ്പോൾ ആ ബാറ്റ് എന്നുള്ള വേർഡ് എന്തായിട്ടാണ് ഇവിടെ മീൻ ചെയ്യുന്നത്? അതാണ് ഈ ലെക്സിക്കൽ ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ബാറ്റ് ഒരു ആനിമൽ ആവാം, ഏത് വവ്വാലാവാം, അതേപോലെ തന്നെ മറ്റേ ബാറ്റ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ബാറ്റ് ആയിരിക്കാം. NLP must infer the correct meaning using context. അപ്പോൾ ഹീ സോ എ ക്രിക്കറ്റ് ബാറ്റ് അങ്ങനെ പറയാം. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് ആയി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് എന്ത് ലെക്സിക്കൽ ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇങ്ങനത്തെ സെൻറ്റൻസ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മീനിങ് ഇവിടെ കറക്റ്റ് ആയിരിക്കില്ല. ഇത് ബാറ്റ് എന്ന് വെച്ചുമ്പോൾ ഒന്നിൽ കൂടുതൽ മീനിങ് ഉണ്ടാവും. അപ്പോൾ അതാണ് ലെക്സിക്കൽ ആംബിഗ്യൂറ്റി. അതേപോലെ തന്നെയാണ് സിൻറ്റാറ്റിക് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. Structure of a sentence can be interpreted in multiple ways. So I saw the man with the binoculars. രണ്ട് ഇന്റർപ്രേഷൻ നോക്കുകയാണെങ്കിൽ ഐ ഹാഡ് ദ ബൈനോക്കുലേഴ്സ്, അതിപ്പോൾ നമ്മൾ അയാളിനെ ബൈനോക്കുലേഴ്സ് വെച്ച് കണ്ടു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ദ മാൻ ഹാഡ് ദ ബൈനോക്കുലേഴ്സ്, അതായത് അയാളുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉള്ള പോലെ നമുക്ക് തോന്നി, അതായത് അത് കണ്ടു. അതാണ് രണ്ട് നമ്മുടെ സിൻറ്റാറ്റിക് ആംബിഗ്യൂറ്റിയുള്ള രണ്ട് ഡിഫറൻസ്. പിന്നെ സെമാന്റിക് ആംബിഗ്യൂറ്റി. Semantic ambiguity sentence may have different meanings even when the structure is clear. സ്ട്രക്ചർ ക്ലിയർ ആവും, പക്ഷെ നമുക്ക് മീനിങ് മനസ്സിലാവും. സെമാന്റിക് ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിക്കൻ ഈസ് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നെങ്കിൽ ആ ചിക്കൻ അതായത് ഒരു ആനിമല് വാണ്ട്സ് ടു ഈറ്റ്, അതായത് അതിന് തിന്നാൻ വിശക്കണു, ആ സംഭവമാണ് എന്ത് ഇതിന് മീൻ ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത മീനിങ് എന്താണ്? ദ ചിക്കൻ അതായത് ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യണേ. ഈസ് റെഡി ടു ബി ഈറ്റ്. അതായത് ഈ സാധനങ്ങളൊക്കെ മെഷീൻസ് കാനോട്ട് ഈസിലി ചൂസ് ദ ഇന്റൻഡ് മീനിങ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ഇതൊരു ചാലഞ്ച് ആയിട്ട് NLP ടാസ്കില് വരുന്നത്. പ്രാഗ്മാറ്റിക് ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ഓർ സ്പീക്കർ ഇന്റൻഷൻ. അപ്പൊ ക്യാൻ യു പാസ് ദ സോൾട്ട്? ഇപ്പൊ മീനിങ് എന്താണ്? ആസ്കിങ് ഓഫ് എബിലിറ്റി ആണ് ഇവരെ ചോദിക്കുന്നത്. അതായത് ലിറ്ററൽ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ കൊണ്ട് പറ്റുമോ ആ സോൾട്ട് പാസ് ചെയ്യാൻ, അങ്ങനെ. ആക്ച്വൽ മീനിങ് എന്താണ്? ഈ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ്. അതായത് ക്യാൻ യു പാസ് സോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സോൾട്ട് എടുത്തു കൊടുക്കുക, അതാണ്. പിന്നെ സാധനമാണ് എന്ത് ഡിസ്കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ പ്രീവിയസ് സെന്റൻസസ്. അതായത് ഇപ്പൊ ജോൺ വെന്റ് ടു ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജോൺ വെന്റ് ടു ദ ഷോപ്പ്, ഹി ബോട്ട് മിൽക്ക്. അപ്പൊ ഹീ എന്നുള്ള സാധനം എന്തിനാ റെഫർ ചെയ്യണേ? ജോണിനെ റെഫർ ചെയ്യണേ. കാരണം പ്രീവിയസ് സെന്റൻസിൽ ജോൺ ആണ് പറയുന്നത്. അപ്പൊ ജോണിന് പകരം ഇവിടെ ഹീ ആണ് ഉപയോഗിച്ചത്. അതാണ് എന്ത് ഡിസ്കോഴ്സ്. അതേപോലെ തന്നെ വേൾഡ് നോളേജ്. Sunny language requires general world knowledge. അതായത് the trophy doesn't fit in the suitcase because it is too big. It refers to, അതായത് ഇവിടുത്തെ it refers to എന്താണ്? ട്രോഫി ആണ്. അപ്പൊ അങ്ങനത്തെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് എന്ത് നമ്മുടെ ഡിഫറൻസസ്. ഒന്നെങ്കിൽ നമുക്ക് ആംബിഗ്യൂറ്റീസ് മാത്രമായിട്ട് എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലാബിൽ ഡാറ്റാസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് മോഡൽസിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാബിൽ ഡാറ്റാസ് വേണ്ടേ. ആ ലാബിൽ ഡാറ്റാസിന്റെ അൺഅവൈലബിലിറ്റി നമുക്കൊരു ചലഞ്ച് ആക്കിയിട്ട് തന്നെ പറയാം. അതേപോലെ തന്നെ കൺവേർഷൻ ഓഫ് മെഷീൻ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് ടു ഇംഗ്ലീഷിന്റെ ഒരു ലാംഗ്വേജിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. മലയാളത്തിൽ നിന്ന് വീണ്ടും ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ മറ്റേ നമ്മുടെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഉണ്ടാവില്ലേ, അത് നമുക്ക് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ് ആവും. അതായത് ഈ രണ്ടെണ്ണം കൂടി ഇന്റർചേഞ്ച് ചെയ്യും. അങ്ങനത്തെ റീസൺസ് ഒക്കെ കാരണം അത് ഒരു ചാലഞ്ച് ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മോഡ്യൂളിലുള്ള മെയിൻ ക്വസ്റ്റ്യൻസ്.